ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എളുപ്പത്തിൽ ഗോതമ്പ് കഞ്ഞി, അതായത് ഗോതമ്പ് പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാനാണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി ഞാനിവിടെ 1 കപ്പിൻ്റെ അടുത്ത് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ഗോതമ്പ് കേട്ടോ. അത് ഞാൻ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. കുറേ നേരം വെച്ച് അടിക്കാമെന്നല്ല, ജസ്റ്റ് എല്ലാം പീസാക്കിയിട്ട് കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പം ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് വേവിക്കുന്ന സമയത്ത് കുറച്ചും കൂടിയും സോഫ്റ്റായിട്ടും പെട്ടെന്ന് വെന്തൊക്കെ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുതിർത്ത് വെക്കണം. അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും നമ്മൾ കുതിർക്കാൻ വെക്കുക. കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേവിക്കുന്ന സമയത്ത് വെന്ത് കിട്ടും. അതുമല്ല ഗോതമ്പ് കഞ്ഞി നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം കുതിർത്തൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. നിങ്ങൾ എങ്ങനെയാണോ വേവിക്കണേ അങ്ങനെ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വിസിലാണ് അടുപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വേവിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ശർക്കര, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഞാൻ ഒന്ന് അലിയിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കാം കേട്ടോ. അപ്പം ഇനി ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ വേണം, അതും മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ വേവിച്ച ഗോതമ്പൊന്ന് നോക്കാം. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ ശർക്കര വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഈ കൂടുതലായിട്ട് വന്ന വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കാം. അതിൻ്റെ അടുക്ക് കുറച്ച് ഏലക്കായും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരു ഏലക്കായോ അല്ലെങ്കിൽ ഏലക്കായ പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച് തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട, കാരണം തേങ്ങാപ്പാൽ പിരിഞ്ഞ് ഇങ്ങനെ വരും. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ അടിപൊളി ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ടാവും. അപ്പം എല്ലാവരും ഈ ഗോതമ്പ് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കുതിർത്ത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.